ഹലോ, ഗുഡ് മോർണിംഗ് സ്റ്റുഡൻസ്. 2024 പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പറും അതുപോലെ തന്നെ ചില ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കുകൾ 4ാമത്തെ യൂണിറ്റിലെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കുകളും ഡിസ്കസ് ചെയ്യാമെന്ന് വെച്ചിട്ടാണ് വന്നിട്ടുള്ളത്. ഫസ്റ്റ് സെക്ഷൻ തന്നെ 1 മാർക്കിൻ്റെ സെക്ഷനിലാണ്. ഇതിൽ 2ാമത്തെ മൊഡ്യൂളിൽ നിന്ന് നമുക്ക് ഇവിടെ കാണാൻ പറ്റും 3ാമത്തെ ക്വസ്റ്റ്യൻ. അതായത് what did you given material which the optical transparent medium തന്നിട്ടുള്ള ഇതിലേതാണ് ഒപ്റ്റിക്കൽ ട്രാൻസ്പാരൻറ്റ് മീഡിയം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വുഡ് ഉണ്ട്, വാക്സ് പേപ്പർ ഉണ്ട്, സ്റ്റെയിൻ ഗ്ലാസ് ഉണ്ട്. വുഡിലൂടെ നമുക്ക് ലൈറ്റ് കടന്നു പോവില്ല, വാക്സിലൂടെ കടന്നു പോവില്ല. പിന്നെ സ്റ്റെയിൻഡ് ഗ്ലാസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ആർട്ട് വർക്കൊക്കെ നടന്നിട്ടുള്ള മെറ്റീരിയലാണ്, അതുകൊണ്ട് അതിലൂടെയും ലൈറ്റ് കടന്നു പോവില്ല. അതുകൊണ്ട് തന്നെ ഇവിടെ ഒപ്റ്റിക്കലി ട്രാൻസ്പാരൻറ്റ് മീഡിയം എന്ന് പറയുന്നത് വാട്ടർ ആയിട്ട് എടുക്കാൻ പറ്റും. അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ആംഗിൾ ഓഫ് ഇൻസിഡൻറ്റ് എന്ന് പറയുന്നത് ആൾവേസ് ഈക്വൽ ടു ആംഗിൾ ഓഫ് റിഫ്രാക്ഷൻ ആണ്. അതായത് നമ്മൾ റിഫ്ലക്ഷൻ്റെയും റിഫ്ലക്ഷൻ്റെ സമയത്ത് പഠിച്ചിരുന്നു ആംഗിൾ ഓഫ് ഇൻസിഡൻറ്റ് എന്ന് പറയുന്നത് എന്തായിരിക്കും, ആംഗിൾ ഓഫ് റിഫ്രാക്ഷൻ ഈക്വൽ ആണെന്ന് പറഞ്ഞിരുന്നു. അതാണ് 2ാമത്തെ ഇതിൻ്റെ ഉത്തരമെന്ന് പറയുന്നത്. പിന്നെ ഷേവിംഗ് മിറർ ഏത് തരം പിന്നെ സ്പെരിക്കൽ മിറർ ആയിരിക്കുമെന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഷേവിംഗ് മിറർ എപ്പോഴും കോൺകേവ് ആയിരിക്കും, കോൺവെക്സ് ആയിരിക്കില്ല. ആ കാര്യം ശ്രദ്ധിക്കുക. പിന്നെ ഇവിടെ 1 മാർക്കിൽ ദി പ്രോസസ് ഓഫ് ആഡിങ് ഇമ്പ്യൂരിറ്റി ടു എ സെമി കണ്ടക്ടർ, അതായത് ഒരു സെമി കണ്ടക്ടറിലോട്ട് ഒരു ഇമ്പ്യൂരിറ്റി ആഡ് ചെയ്യുന്ന പ്രോസസ്സിനെ എന്താണ് വിളിക്കുക? നമ്മൾ ഡോപ്പിംഗ് എന്ന് പറഞ്ഞിരുന്നു. അതായത് നമ്മളിപ്പോൾ പി ടൈപ്പ് സെമി കണ്ടക്ടറും എൻ ടൈപ്പ് സെമി കണ്ടക്ടറൊക്കെ പഠിക്കുന്ന സമയത്ത് അതിൽ ട്രൈവാലൻ്റ് ഇമ്പ്യൂരിറ്റിയാണ് ആഡ് ചെയ്യുന്നത്, അതുപോലെ തന്നെ പെൻറ്റാവാലൻ്റ് ഇമ്പ്യൂരിറ്റിയാണ് ആഡ് ചെയ്യുന്നതൊക്കെ പറഞ്ഞിരുന്നു. അതിൻ്റെ പേരാണ് ഡോപ്പിംഗ് എന്ന് പറയുന്നത്. പിന്നെ ഇവിടെ പറഞ്ഞിരുന്നു ലാസ്റ്റത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് സോളാർ സെല്ലിന് 2 ആപ്ലിക്കേഷൻ എഴുതാൻ. സോളാർ സെല്ലിന് 2 ആപ്ലിക്കേഷൻ എന്ന് പറയുന്നത് ഒന്ന് നമ്മളെ ഹോം ആപ്ലിക്കൻസിന് യൂസ് ചെയ്യാം, അതുപോലെ തന്നെ സോളാർ ഫാംസ്, ഇങ്ങനത്തെ ആപ്ലിക്കേഷൻസ് എന്ത് ചെയ്യാൻ പറ്റും, ഇവിടെ കൊടുക്കാവുന്നതാണ്. പിന്നെന്ത് ചെയ്യാം, 3ാമത്തെ ഇതിലോട്ട് വരുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ 2ാമത്തെ ഇതിൽ നിന്ന് ചോദിച്ചിട്ടുള്ളത് വാട്ട് ഈസ് ദ റിഫ്രാക്ഷൻ ഓഫ് ലൈറ്റ് ആൻഡ് ലോസ് ഓഫ് റിഫ്രാക്ഷൻ. എന്താണ് റിഫ്രാക്ഷൻ എന്ന് പറയണം, അതുപോലെ തന്നെ റിഫ്രാക്ഷൻ്റെ ലോസ് പറയണം. നമുക്കറിയാവുന്ന കാര്യമാണ്, ഒരു റിഫ്രാക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലൈറ്റ് വന്നിട്ട് എന്ത് ചെയ്യണം, അതിന് ബെൻഡ് സംഭവിക്കണം അല്ലേ. അപ്പോൾ ലൈറ്റിനുണ്ടാവുന്ന ബെൻഡിനെയാണ് എന്ത് പറയുക, റിഫ്രാക്ഷൻ എന്ന് പറയുക. ദെൻ അതിൻ്റെ ലോസ് പറയുകയാണെങ്കിൽ ഒന്നെന്താണ്, ആംഗ്ലോ ഇൻസിഡൻറ്റ് റേയും റിഫ്രാക്റ്റഡ് റേയും അതുപോലെ തന്നെ നോർമലും സെയിം പ്ലെയിനിലാണെന്ന് പറയാം. അതുപോലെ തന്നെ സൈൻ ഐ ഡിവൈഡ് ബൈ സൈൻ ആർ എന്ന് പറയുന്നത് എന്തായിരിക്കണം, കോൺസ്റ്റൻ്റ് ആയിരിക്കണം എന്ന് പറയാം. അതാണ് ഇതിൽ നിന്ന് നമുക്ക് പറയാനുള്ളത്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഒബ്ജക്റ്റ് പ്ലേസ് ചെയ്തിട്ടുള്ളത് 10 സെൻറ്റിമീറ്ററാണ് ദൂരം. അതുപോലെ തന്നെ കോൺവെക്സ് ലെൻസിൻ്റെ ഫോക്കൽ ലെങ്ത്ത് 12 സെൻറ്റിമീറ്ററാണ്. ഇമേജിൻ്റെ പൊസിഷൻ കാണണം. അതായത് യു തന്നിട്ടുണ്ട്, അതായത് ഒബ്ജക്റ്റുകളുടെ ഡിസ്റ്റൻസ് തന്നിട്ടുണ്ട് 10 സെൻറ്റിമീറ്റർ, ലെൻസിൻ്റെ ഫോക്കൽ ലെങ്ത്ത് തന്നിട്ടുണ്ട് 12 സെൻറ്റിമീറ്റർ, വി കാണണം. കാണേണ്ട രീതി എന്ന് പറയുന്നത് ഇക്വേഷൻ എഴുതുക, 1/f = 1/u + 1/v. എഫ് തന്നിട്ടുണ്ട്, അതുപോലെ തന്നെ യു തന്നിട്ടുണ്ട് 12, അതുപോലെ തന്നെ യു എന്ന് പറയുന്നത് 10. വാല്യൂസ് കൊടുക്കുക, 1/12 = 1/10 + 1/v. വി ആണ് കാണേണ്ടത്, അതുകൊണ്ട് 1/v അവിടെ നിർത്തുക. 1/10 എന്ത് ചെയ്യുക, ഈക്വലിൻ്റെ അപ്പുറത്ത് കൊണ്ടുവന്നാൽ 1/12 - 1/10 എന്ന് കിട്ടും. ഇനി ഇതിനെ ക്രോസ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഇവിടെ തന്നിരിക്കുന്ന ലെൻസ് എന്ന് പറയുന്നത് കോൺവെക്സ് ലെൻസ് ആയതുകൊണ്ട് തന്നെ എന്താണ്, ഇവിടെ മൈനസ് ആയിരിക്കും വരിക. കാരണം -10 ഈക്വലിൻ്റെ അപ്പുറത്തോട്ട് വരുമ്പോൾ -ആയി വരും. അതുകൊണ്ട് തന്നെ ക്രോസ് ചെയ്യുമ്പോൾ കാര്യം ശ്രദ്ധിക്കുക,
-10 ഇൻറ്റു 12 ഡിവൈഡ് ബൈ 12 മൈനസ് 10 ആയി മാറും. വിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് എന്ത് ചെയ്യും, ഒരു -60 സെൻറ്റിമീറ്റർ എന്നുള്ള ഒരു ഇക്വേഷനിലോട്ട് അല്ലെങ്കിൽ ഉത്തരത്തിലോട്ട് നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടാവും. ഇനി അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ടോട്ടൽ ഇൻഡിയൻ റിഫ്ലക്ഷൻ എന്താണെന്ന് പറയണം. അതിന് 2 കണ്ടീഷൻസ് പറയണം. ടോട്ടൽ ഇൻഡിയൻ റിഫ്ലക്ഷൻ എന്ന് പറയുന്നത് ഡെൻസർ മീഡിയത്തിൽ നിന്ന് റയറർ മീഡിയത്തിലോട്ട് വരുന്ന ലൈറ്റ് എന്ത് ചെയ്യും, റയറർ മീഡിയത്തിലോട്ട് എൻ്റർ ആവാതെ റിഫ്രാക്റ്റഡ് ചെയ്തുകൊണ്ട് ഡെൻസർ മീഡിയത്തിലോട്ട് തന്നെ പോരും. കണ്ടീഷനായിട്ട് പറയുന്ന 2 കണ്ടീഷൻസാണുള്ളത്. ഒന്ന്, ആംഗിൾ ഓഫ് ഇൻസിഡൻ്റ് എന്ന് പറയുന്നത് ക്രിട്ടിക്കൽ ആംഗിളിനെക്കാട്ടിയും വലുതായിരിക്കണം. രണ്ടാമത്തെ കണ്ടീഷൻ എന്ന് പറയുന്നത് ഡെൻസർ മീഡിയത്തിൽ നിന്ന് റയറർ മീഡിയത്തിലോട്ടാണ് ലൈറ്റ് ട്രാവൽ ചെയ്യേണ്ടത്. ഇനി 3 മാർക്കിന് അടുത്ത ക്വസ്റ്റ്യൻ ആയിരുന്നു ഫോട്ടോ ഇലക്ട്രിക് എഫക്റ്റിൻ്റെ ലോസ് പറയാൻ. എപ്പോൾ ഞാൻ പറഞ്ഞിരുന്നു ഫോട്ടോ ഇലക്ട്രിക് എഫക്റ്റും അതുപോലെ തന്നെ അതിൻ്റെ ലോസും ഇമ്പോർട്ടൻ്റ് ആണ്. ഫോട്ടോ ഇലക്ട്രിക് എഫക്റ്റ് എന്ന് പറയുന്നത് ഒരു മെറ്റൽ പ്ലേറ്റിൽ ഒരു ലൈറ്റ് ഇൻസിഡൻറ്റ് ചെയ്യുമ്പോൾ അവിടുന്ന് എന്ത് ചെയ്യണം, ഇലക്ട്രോൺസ് എമിറ്റ് ചെയ്യണം. അതിനെ പറയുന്ന പേരാണ് ഫോട്ടോ ഇലക്ട്രിക് എഫക്റ്റ് എന്ന് പറയുന്നത്. അതിൻ്റെ ലോസ് പറയുകയാണെങ്കിൽ ഫോട്ടോ ഇലക്ട്രിക് എഫക്റ്റ് എന്താണ്, ഫ്രീക്വൻസി ഡിപ്പെൻഡഡ് ആണ്, ഇൻറ്റൻസിറ്റി ഓഫ് ലൈറ്റിനെ ഡിപ്പെൻഡ് ചെയ്യും. ദെൻ ലാസ്റ്റ് വൺ ഇൻസ്റ്റൻറ്റേനിയസ് ആണ്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണെന്ന് പറഞ്ഞിരുന്നു, ആ കാര്യം ശ്രദ്ധിക്കുക. അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഇവിടെ കണ്ടിട്ടുണ്ട് നാനോ മെറ്റീരിയൽസിൻ്റെ പ്രോപ്പർട്ടീസ് പറയാൻ. അതും ഒരു ബൾക്ക് മെറ്റീരിയലിൻ്റെ കാര്യമാണ് പറയുന്നത്. സാധാരണ നമ്മൾ നോട്ടിലൊക്കെ തന്നിട്ടുണ്ടായത് കാർബൺ നാനോ ട്യൂബ് അതുപോലെ നാനോ മെറ്റീരിയലിൻ്റെ ഒരു ജനറൽ ആയിട്ടുള്ള പ്രോപ്പർട്ടീസ് പറയാനായിരുന്നു. അതായത് ഇലക്ട്രിക്കൽ കണ്ടക്ടിവിറ്റി കൂടുതലാണ്, യങ്സ് മോഡുലസ് കൂടുതലാണ്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഡിസ്കസ് ചെയ്തിരുന്നു. അതും എഴുതി വെക്കാം. ഇല്ലെങ്കിൽ ഇവിടെ കഴിഞ്ഞ ആൻസർ ഷീറ്റ് അല്ലെങ്കിൽ ആൻസർ കീയിൽ ഉണ്ടാകുന്ന പോലെ ഉള്ള കാര്യങ്ങൾ എഴുതി വെക്കാം. അതായത് ഒരു ബൾക്ക് മെറ്റീരിയൽ ആകുമ്പോൾ അതിൻ്റെ ഫിസിക്കൽ പ്രോപ്പർട്ടീസ് എന്തായിരിക്കും, കോൺസ്റ്റൻ്റ് ആണെന്ന് പറയാൻ പറ്റും. അതുപോലെ തന്നെ ഇൻക്രീസ് ദി സർഫസ് ഏരിയ കൂട്ടാമെന്ന് പറയാം. അതുപോലെ തന്നെ പേഴ്സൻ്റ് ഓഫ് ആറ്റം എന്ന് പറയുന്നത് സർഫസ് മെറ്റീരിയലിനെക്കാട്ടി കൂടുതലായിരിക്കും. അങ്ങനത്തെ കാര്യങ്ങൾ ഇതിപ്പോൾ കഴിഞ്ഞതിൽ ആൻസർ കീയിൽ കണ്ടതുകൊണ്ട് മാത്രമാണ് ഈ ആൻസർ കീ അവിടെ എഴുതിയിട്ടുള്ളത്. ഇല്ലെങ്കിൽ നിങ്ങൾ നോട്ടിൽ തന്നിട്ടുള്ള പോലെ ഉള്ള പ്രോപ്പർട്ടീസ്, അതായത് ഇലക്ട്രിക്കൽ കണ്ടക്ടിവിറ്റി കൂടുതലാണ്, അതുപോലെ തന്നെ യങ്സ് മോഡുലസ് കൂടുതലാണെന്ന് പറയാം. അതുപോലെ തന്നെ അതിൽ പറഞ്ഞ ടെൻസ്റ്റൈൽ സ്ട്രെങ്ത് കൂടുതലാണെന്ന് പറഞ്ഞിരുന്നു, നല്ലൊരു കണ്ടക്ടറാണെന്ന് പറഞ്ഞിരുന്നു. ഇങ്ങനത്തെ കാര്യങ്ങൾ എഴുതി വെച്ചാലും ഓക്കെയാണ്. ഇനി ഇങ്ങനത്തെ ഈ 7 മാർക്കിൻ്റെ കേസിലോട്ട് വരുമ്പോൾ ഫസ്റ്റ് വണ്ണിൽ തന്നെ ഈ 3 ക്വസ്റ്റ്യൻസാണ് നമുക്ക് രണ്ടാമത്തെ യൂണിറ്റിൽ നിന്ന് കഴിഞ്ഞ പ്രാവശ്യം ചോദിച്ചിട്ടുള്ളൂ. ഒന്ന് സ്കെച്ച് ചെയ്യാനും ഇമേജ് ഫോർമേഷൻ എഴുതാനും 2 കേസുകളാണ് തന്നിട്ടുണ്ടായത്. ഒന്ന് ഒബ്ജക്റ്റ് അറ്റ് 2F1 അതുപോലെ തന്നെ ബിറ്റ്വീൻ 2F1 ആൻഡ് F1. ഒബ്ജക്റ്റ് അറ്റ് 2F1 ഇടയിൽ വന്നു കഴിഞ്ഞാൽ അതിൻ്റെ ഇമേജ് ഫോർമേഷൻ എന്ന് പറയുന്നത് ഒബ്ജക്റ്റ് 2F1 വെച്ച് കഴിഞ്ഞാൽ ഇമേജ് പ്ലോട്ട് ചെയ്യേണ്ടത് 2F2 അതിൻ്റെ ഡയഗ്രാം വരക്കുക, കറക്റ്റായിട്ട് വരക്കണം. അതിനുശേഷം അതിൻ്റെ നേച്ചറും സൈസും എഴുതുക. നേച്ചർ എന്ന് പറയുന്നത് റിയൽ ആയിരിക്കും, ഇൻവേർട്ടഡ് ആയിരിക്കും. സൈസ് എന്ന് പറയുന്നത് ഒബ്ജക്റ്റിൻ്റെ അതേ സൈസ് ആയിരിക്കും എന്ന് എഴുതി വെക്കുക. ഇനി ഡിസ്കസ് ചെയ്യാനുള്ളത് രണ്ടാമത്തെ കേസ്. ഒബ്ജക്റ്റ് 2F1 അതുപോലെ തന്നെ F1 ബിറ്റ്വീനിലാണെങ്കിൽ, കാരണം നേരത്തെ 2F1 2F2 പറഞ്ഞു, 2F1 F1 ബിറ്റ്വീനിലാണെങ്കിൽ ഇമേജ് കിട്ടുക 2F2 കഴിഞ്ഞിട്ടുള്ള പോയിന്റിലായിരിക്കും. അവിടെ ഉള്ള നേച്ചർ എന്ന് പറയുന്നത് റിയൽ ആയിരിക്കും, ഇൻവേർട്ടഡ് ആയിരിക്കും. സൈസ് എന്ന് പറയുന്നത് മാഗ്നിഫൈഡ് ആണെന്ന് പറയാം. അതിനുശേഷം ഡിസ്കസ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടായത് ഇവിടെ ഉണ്ടായിരുന്നു, അതായത് മൈക്രോസ്കോപ്പിൻ്റെ വർക്കിംഗ്, അതിൻ്റെ ഡയഗ്രാം വെച്ച് കണ്ട് പറയാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതിൽ ഡയഗ്രാം വെച്ച് കണ്ടാണ് വർക്കിംഗ് പറയാൻ പറഞ്ഞിട്ടുള്ളത്. ഡയഗ്രാം എന്ന് പറയുന്നത് ഇമേജ് ഫോർമേഷനിലുള്ള 6ാമത്തെ ഡയഗ്രാം, അതായത് F1
ഒപ്റ്റിക് സെൻറ്ററിൻ്റെയും ബിറ്റ്വീനിൽ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന ഇമേജ് എന്ന് പറയുന്നത് എന്തായിരിക്കും? ഒബ്ജക്റ്റ് എവിടെയാണോ വെച്ചത് അവിടെ തന്നെ ആയിരിക്കും അതിൻ്റെ ഇമേജ് കിട്ടുക. പിന്നെ മൈക്രോസ്കോപ്പ് എന്തിനാണ് യൂസ് ചെയ്യുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അതായത് ചെറിയ വസ്തുക്കളെ കാണാൻ വേണ്ടിയിട്ട്, വളരെ ചെറിയായിട്ട് ടിന്നി ഒബ്ജക്റ്റുകളെ കാണാൻ വേണ്ടിയിട്ടാണ്. അതുപോലെ തന്നെ അവിടെ യൂസ് ചെയ്യുന്ന കോൺവെക്സ് ലെൻസ് എന്ന് പറയുന്നത് ഫോക്കൽ ലെങ്ത് കുറവായിരിക്കുമെന്ന് പറയാം. അതായത് ഫോക്കൽ ലെങ്ത് കുറവാണെന്ന് പറയാം. അതുപോലെ തന്നെ ടിന്നി ഒബ്ജക്റ്റുകളെ കാണാൻ വേണ്ടിയിട്ടാണെന്ന് പറയാം. ടിന്നി ഒബ്ജക്റ്റുകളെ കാണാൻ വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത്. ഇനി സ്റ്റാമ്പ് കളക്ടേഴ്സ് പോലുള്ള ആൾക്കാർ യൂസ് ചെയ്യുന്ന മിററിൻ്റെ ഏറെക്കുറെ ഇതേ പ്രിൻസിപ്പിളാണെന്ന് പറയാറുണ്ട്. അതുപോലെ തന്നെ ഇതിൻ്റെ പ്രിൻസിപ്പിൾ പറയുമ്പോൾ ശ്രദ്ധിക്കുക, പ്രിൻസിപ്പിൾ പറയുമ്പോൾ ഇവിടെ ഉണ്ടാവുന്ന ഇമേജ് എന്ന് പറയുന്നത് എന്തായിരിക്കും? വിർച്വൽ ആയിരിക്കും, അതുപോലെ തന്നെ ഇറക്റ്റ് ആയിരിക്കും, ഇറക്റ്റ് ഇമേജ് ആയിരിക്കും, അതുപോലെ തന്നെ മാഗ്നിഫൈഡ് ആയിട്ടുള്ള ഇമേജ് ആയിരിക്കും. വിർച്വലാണ് ഇമേജ്, ഇറക്റ്റാണ്, ദെൻ മാഗ്നിഫൈഡ് ആണ്. ഇതാണ് ഇതിൻ്റെ പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത്. ഇനി ലീസ്റ്റ് ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് 25 സെൻറ്റിമീറ്റർ ആണെന്ന് പറയാൻ പറ്റും. 25 സെൻറ്റിമീറ്റർ ആണെന്ന് പറയാം. മാഗ്നിഫിക്കേഷൻ എന്ന് പറയുന്നത് 1/d/f അല്ലെങ്കിൽ m=1/1 + 25/f എന്ന് പറയാം. ഇതിലേത് എഴുതി വെച്ചാലും ഓക്കെയാണ്. അതിന് ശേഷമുള്ളൊരു ക്വസ്റ്റ്യൻ ആണ് കോൺവെക്സ് ലെൻസിൻ്റെ ഫോക്കൽ ലെങ്ത്ത്. ഒരു കോൺവെക്സ് ലെൻസ് ഉണ്ട്, അതിൻ്റെ ഫോക്കൽ ലെങ്ത്ത് എന്താണ്? 20 ആണ്. അതൊരു ലെൻസ് വേറൊരു ലെൻസുമായിട്ട് കോണ്ടാക്ട് ചെയ്തിട്ടുണ്ട്. അത് കോൺകേവ് ലെൻസ് ആണ്. അതിൻ്റെ ഫോക്കൽ ലെങ്ത്ത് 15. എന്ത് കാണണം? ടോട്ടൽ ഫോക്കൽ ലെങ്ത്ത് കാണണം. ദെൻ അതിൻ്റെ പവറും കാണണം. അതായത് കോൺവെക്സ് ലെൻസും ഉണ്ട്, കോൺകേവ് ലെൻസും ഉണ്ട്. കോൺവെക്സിൻ്റെ ഫോക്കൽ ലെങ്ത്ത് 20, കോൺകേവിൻ്റെ 15 ആണ്. ടോട്ടൽ ഫോക്കൽ ലെങ്ത്ത് കാണണം, പവറും കാണണം. എങ്ങനെ കാണാം? അതായത് നമുക്ക് ഇങ്ങനെ കണ്ടിരുന്നു. അതായത് കോമ്പിനേഷൻ ഓഫ് ഫോക്കൽ ലെങ്ത്ത് കണ്ടു കഴിഞ്ഞാൽ നമ്മൾ സാധാരണ എഴുതുക 1/f = 1/f1 + 1/f2 ഇവിടെ എഴുതിയിട്ടുള്ള ഇക്വേഷൻ. അതെന്ത് ചെയ്യുക? യൂസ് ചെയ്യാം. ഇവിടെ F1 എന്ന് പറയുന്നത് കോൺവെക്സ് ലെൻസ് ആണ്. അതിൻ്റെ ഫോക്കൽ ലെങ്ത്ത് എന്താണ്? പോസിറ്റീവ് ആയിരിക്കും. രണ്ടാമത്തെ F2 കോൺകേവ് ആയി കഴിഞ്ഞാൽ കോൺകേവിൻ്റെ ഫോക്കൽ ലെങ്ത്ത് എപ്പോഴും എന്തായിരിക്കും? നെഗറ്റീവ് വാല്യൂ ആയിരിക്കും. ഇപ്പോൾ 15 എന്ന് പറഞ്ഞാൽ -15 ആയിട്ടാണ് നമ്മൾ കാണുക. അപ്പോൾ നമ്മൾ ഇക്വേഷൻ ഒന്ന് മാറും. എന്താവും? 1/f1 F2 15 ആയതുകൊണ്ട് തന്നെ എന്താവും? നെഗറ്റീവ് വാല്യൂ ആയതുകൊണ്ട് തന്നെ ഈ സെൻറ്ററിലുള്ള പ്ലസ് എന്താവും? മൈനസായി മാറും. 1/f1 - 1/f2. അപ്പോൾ ഇക്വേഷനൊക്കെ ഒന്ന് റീഅറേഞ്ച് ചെയ്യേണ്ടി വരും. എന്ത് ചെയ്യുക? F2 ഉള്ള സൈഡിലൊക്കെ ഒരു മൈനസിൻ്റെ ഇത് വരും. അങ്ങനെ വന്നു കഴിഞ്ഞാൽ F1 × -f2/f1 - f2 ആവും. അപ്പോൾ 20 × -15/20 - 15 ആവും. ഇത് ചെയ്ത് കഴിഞ്ഞാൽ 60 എന്നുള്ളൊരു 60 സെൻറ്റിമീറ്റർ ഒരു മീറ്ററിലോട്ട് കൺവേർട്ട് ചെയ്യുമ്പോൾ 0.6 എന്ന് വരും. ഇനി ഇതിൻ്റെ ടോട്ടൽ പവർ കാണണം. കാരണം നമുക്കിവിടെ എഫക്റ്റീവ് ഫോക്കൽ ലെങ്ത്ത് കിട്ടി. ഇനി എന്ത് ചെയ്യണം? എഫക്റ്റീവ് ഫോക്കൽ ലെങ്ത്ത് വെച്ചിട്ട് എന്ത് ചെയ്യണം? അതിൻ്റെ പവർ കാണണം. പവർ കാണാൻ വളരെ ഈസിയാണ്. ഇതിൽ സാധാരണ പവറിൻ്റെ ഇക്വേഷൻ തന്നെ കൊടുക്കുക. 1/f. എഫിൻ്റെ വാല്യൂ എഫക്റ്റീവ് ഫോക്കൽ ലെങ്ത്ത് കിട്ടിയിട്ടുണ്ട്. 1/6 എന്നുള്ള വാല്യൂ കിട്ടിയിട്ടുണ്ട്. പോരാത്തതിന് അത് എന്താണ്? മൈനസ് വാല്യൂ ആണ്. ആ കാര്യം ശ്രദ്ധിക്കുക. മൈനസ് കിട്ടിയിട്ടുണ്ടാവും അതിൻ്റെ കൂടെ. ആ മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അറൗണ്ട് ഒരു -1.67 diopter എന്നുള്ളൊരു വാല്യൂ കിട്ടും. ഒന്ന് കാൽക്കുലേഷൻ ചെയ്ത് നോക്കുക. അതിൻ്റെ പാറ്റേൺ ഇവിടെ ചെയ്ത് വെച്ചിട്ടുണ്ട്. സോൾവ് ചെയ്തിട്ടുണ്ട്. ഒന്ന് ചെയ്ത് നോക്കുക കേട്ടോ. ഇനി അടുത്ത സെക്ഷനാണ്, അതായത് ഫോർത്ത് മൊഡ്യൂളിന് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. അതായത് ഡയോഡിൻ്റെയും ട്രാൻസിസ്റ്ററിൻ്റെയും അപ്ലിക്കേഷൻസ് ഏതാണ്, അതുപോലെ തന്നെ ഫോട്ടോ ഇലക്ട്രിക് എഫക്റ്റിൻ്റെ അപ്ലിക്കേഷൻസ് ഏതാണ്.
അതായിരുന്നു ക്വസ്റ്റ്യൻ. അപ്പോൾ അതിൻ്റെത് വളരെ വളരെ റയറായിട്ട് കണ്ടൊരു ക്വസ്റ്റ്യൻ ആയിരുന്നു. ഡയോഡിൻ്റെ ട്രാൻസിസ്റ്ററിൻ്റെ ഓൾറെഡി നിങ്ങൾക്ക് തന്നിട്ടുണ്ടാവും, ആംപ്ലിഫയർ, ഓസിലേറ്റർ, സ്വിച്ച്. അതുപോലെ തന്നെ ഡയോഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സോളാർ സെല്ലിൽ യൂസ് ചെയ്യുന്നത് PN ജംഗ്ഷൻ ഡയോഡാണ്. അതുപോലെ തന്നെ LED, സാധാരണ നമ്മൾ യൂസ് ചെയ്യുന്ന LED എന്താണ്, ഒരു ഡയോഡാണ്. സെനർ എന്ന് പറയുന്ന നമ്മൾ ഇലക്ട്രിക് ലാബുകളൊക്കെ യൂസ് ചെയ്യുന്ന ഡയോഡുണ്ട്, അതും എന്താണ്, ഡയോഡിന് എന്താണ്, PN ജംഗ്ഷൻ ഡയോഡിന് എക്സാമ്പിൾസ് ആണ്. ഫോട്ടോ ഇലക്ട്രിക് എഫക്റ്റിന് നമ്മൾ എക്സാമ്പിൾസ് നോക്കുകയാണെങ്കിൽ ഫോട്ടോ സെല്ലിൻ്റെ ആപ്ലിക്കേഷൻസ് എഴുതി വെക്കുക. ബൾഗൽ അലാറം, അതുപോലെ തന്നെ സ്ട്രീറ്റ് ലൈറ്റിൻ്റെ ഓട്ടോമാറ്റിക്കായിട്ടുള്ള ഓണും ഓഫും, അതുപോലെ തന്നെ ഫിലിം ഫീൽഡിൽ എന്ത് ചെയ്യാൻ, സൗണ്ട് റെക്കോർഡ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യാറുണ്ട്, യൂസ് ചെയ്യാറുണ്ട്. ഫോട്ടോ സെല്ലിൻ്റെ ആപ്ലിക്കേഷൻസ് എന്ത് ചെയ്യാം, ഫോട്ടോ ഇലക്ട്രിക് എഫക്റ്റിൻ്റെ ആപ്ലിക്കേഷൻസ് ആയിട്ട് എഴുതി വെക്കാവുന്നതാണ്. ആ കാര്യം ശ്രദ്ധിക്കുക കേട്ടോ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ബാൻഡ് തിയറി ഓഫ് സോളിഡ് എന്താണെന്നും ചോദിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ കണ്ടക്ടറും ഇൻസുലേറ്ററും തമ്മിലുള്ള ഒരു കമ്പാരിസൺ ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ബാൻഡ് തിയറി ഓഫ് സോളിഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. ഒരു സോളിഡിലുള്ള ഇലക്ട്രോൺസിൻ്റെ വാല്യൂസിനെയാണ് എന്ത് പറയുക, ബാൻഡ് തിയറി എന്ന് പറയുക. വളരെ ഈസി ആയിട്ട് പറയുകയാണെങ്കിൽ ഒരു മെറ്റീരിയൽ എടുത്തു കഴിഞ്ഞാൽ അതിൽ വാലൻസ് ബാൻഡും ഉണ്ടാവും, കണ്ടൻഷൻ ബാൻഡും ഉണ്ടാവും. ഈ വാലൻസ് ബാൻഡിലും കണ്ടൻഷൻ ബാൻഡിലും എത്രത്തോളം ഇലക്ട്രോൺസ് ഉണ്ട്, അതിൻ്റെ എനർജി എത്രയാണ്, ഇതിനെ വാല്യൂ ചെയ്യുന്നതിനാണ് എന്ത് പറയാം, ബാൻഡ് തിയറി ഓഫ് സോളിഡ് എന്ന് പറയാം. ഇനി കണ്ടക്ടറും ഇൻസുലേറ്ററിനെ കമ്പയർ ചെയ്യുകയാണെങ്കിൽ നമുക്ക് 4 പോയിൻറ്റ്സ് കമ്പയർ ചെയ്ത് പഠിക്കാൻ ഈസി ആയിട്ടുള്ള 2 പോയിൻറ്റ്സ് ഉണ്ട്. കുറച്ച് പോയിൻറ്റ്സ് പഠിപ്പിച്ചിരുന്നു. കണ്ടക്ടർ ആണെങ്കിൽ കറൻറ്റ് പാസ് ചെയ്യുമെന്ന് പറയാം, ഇൻസുലേറ്ററെങ്കിൽ കറൻറ്റ് പാസ് ചെയ്യില്ല എന്ന് പറയാം. ഇനി കണ്ടക്ടർ ആണെങ്കിൽ വാലൻസ് ഇലക്ട്രോണിൻ്റെ എണ്ണം 1 ആണെന്ന് പറയാം, ഇവിടെ ഇൻസുലേറ്റർ ആണെങ്കിൽ 8 ആണെന്ന് പറയാം. കണ്ടക്ടറിൽ റെസിസ്റ്റൻസ് കുറവാണെന്ന് പറയാം, ഇൻസുലേറ്ററിൽ കൂടുതലാണെന്ന് പറയാം. കണ്ടക്ടറിൽ കണ്ടൻഷൻ ബാൻഡും വാലൻസ് ബാൻഡും ഓവർലാപ്പ്ഡ് ആണെന്ന് പറയാം. ഇവിടെ ഫോർബിഡൻ ബാൻഡിൻ്റെ എനർജി എന്ന് പറയുന്നത് 6 തൊട്ട് 10 ഇലക്ട്രിക് വോൾട്ട് വരെ ആയിരിക്കുമെന്ന് പറയാം. ഇനി കഴിഞ്ഞ കൊല്ലത്തെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഹീലിയം നിയോൺ ലേസർ. എല്ലാ കൊല്ലം ചോദിക്കുന്ന പാറ്റേൺ ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഹീലിയം നിയോൺ ലേസറിൽ ആദ്യം നിങ്ങൾ ഈ ഡയഗ്രം വരക്കാൻ പഠിക്കണം. ഒരു ഡമ്പൽ പോലുള്ള ഡയഗ്രം, 2 സൈഡിലും 2 മിറർ, കംപ്ലീറ്റ്ലി സിൽവേർഡ് ആയിട്ടുള്ളതും പാർഷ്യലി സിൽവേർഡ് ആയിട്ടുള്ളതും. ഉള്ളിൽ ഹീലിയം നിയോൺ ഗ്യാസ് അടയാളപ്പെടുത്തുക. ദെൻ ഇവിടെ ആനോഡും കാഥോഡും മാർക്ക് ചെയ്യാം. കൺസ്ട്രക്ഷനിൽ എഴുതാനുള്ളത് എന്താണ്, ഇവിടെ ഈ ഡയഗ്രത്തിൽ എന്താണോ ഉള്ളത് അത് ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്. ആദ്യം എന്താണ്, കംപ്ലീറ്റ്ലി ആൻഡ് പാർഷ്യലി സിൽവേർഡ് മിറർ ഉണ്ട്. അതുപോലെ തന്നെ ഹീലിയം നിയോൺ ഗ്യാസ് ഉണ്ട്. ഇനി ഹീലിയം നിയോൺ ഗ്യാസിൻ്റെ റേഷ്യോ എന്ന് പറയുന്നത് 10:1 ആണ്. അതായത് 10 ഹീലിയം ആറ്റത്തിന് 1 നിയോൺ ആറ്റം. ഈ റേഷ്യോയിലായിരിക്കും ഉണ്ടാവുക. ഇനി ഇതിൻ്റെ വർക്കിംഗ് പറയുകയാണെങ്കിൽ ഒരു 6 പോയിൻ്റ് മിനിമം. ആദ്യം എന്ത് ചെയ്യണം, കറൻറ്റ് പാസ് ചെയ്യണം. കറൻറ്റ് പാസ് ചെയ്ത് കഴിഞ്ഞാൽ ഹീലിയം ആറ്റം എന്ത് ചെയ്യും, എക്സൈറ്റഡ് സ്റ്റേറ്റിലോട്ട് പോകും. പിന്നെന്ത് ചെയ്യും, നിയോൺ ആറ്റമായിട്ട് കമ്പൈൻ ചെയ്യും. പിന്നെ എന്ത് ചെയ്യും, നിയോൺ ആറ്റം എക്സൈറ്റഡ് സ്റ്റേറ്റിലോട്ട് പോകും. പിന്നെ അവിടെ സ്പോണ്ടേനിയസ് എമിഷൻ നടക്കും. പിന്നെ എമിറ്റർ റേഡിയേഷൻ എന്ത് ചെയ്യും, പാർഷ്യലി സിൽവേർഡ് ആയിട്ടുള്ള മിററിലൂടെ പുറത്തോട്ട് പോരും. കറൻറ്റ് പാസ് ചെയ്യണം, ഹീലിയം ആറ്റം ഹയർ എനർജിയിലോട്ട് പോകണം. പിന്നെ നിയോൺ ആറ്റമായിട്ട് ഹീലിയം ആറ്റം കൂടിച്ചേരണം. പിന്നെ നിയോൺ ആറ്റം ഹയർ സ്റ്റേറ്റിലോട്ട് പോകണം. പിന്നെ സ്പോണ്ടേനിയസ് എമിഷൻ നടക്കണം. പിന്നെ അപ്പോൾ എമിറ്റ് ചെയ്യുന്ന റേഡിയേഷൻ എന്ത് ചെയ്യണം, പാർഷ്യലി സിൽവേർഡ് ആയിട്ടുള്ള മിററിലൂടെ പുറത്തോട്ട് വരണം. ഇതാണ് ഹീലിയം നിയോൺ ലേസറിൻ്റെ വർക്കിംഗ് ആൻഡ് കൺസ്ട്രക്ഷൻ ആൻഡ് ഡയഗ്രാം വിത്ത് ഡയഗ്രാം ഇങ്ങനെ പറയാനുള്ളത്. ഇനി ഇതേ 4ാമത്തെ യൂണിറ്റിൽ തന്നെ ഇനിയും പറയാനുള്ള 2 കാര്യങ്ങളാണ് ഫോട്ടോ സെല്ല്, സോളാർ സെല്ല്, PN ജംഗ്ഷന്. ഇതുകൂടിയും പറഞ്ഞിട്ട് ഞങ്ങൾ ക്ലാസ് സ്റ്റോപ്പ് നമുക്ക് ചെയ്യാം. ആദ്യം ഫോട്ടോ സെല്ല്. ഫോട്ടോ സെല്ലിൻ്റെ ഡയഗ്രാം വരക്കാൻ നിങ്ങൾ പഠിക്കുക. കാരണം ഒരു കാഥോഡ് വേണം, ഒരു ആനോഡ് വേണം. അതിന് രണ്ടിനെയും കവർ ചെയ്തിട്ടൊരു ഇവാക്യുവേറ്റഡ് ഗ്ലാസ് വേണം. പിന്നെ അതിനൊരു സെല്ലിൽ കണക്ട് ചെയ്യണം. അതുപോലെ തന്നെ റിയോസ്റ്റാറ്റ്, ദെൻ ഒരു ഗാൽവനോമീറ്റർ.
കൺസ്ട്രക്ഷൻ എന്ന് പറയുന്നത് ഈസി ആയിട്ട് പറയാം. എന്താണ്, ഒരു ആനോഡും കാഥോഡും ഒരു ഇവാക്യുവേറ്റഡ് ഗ്ലാസ്സിലാണെന്ന് പറയാം. കാഥോഡ് എന്ന് പറയുന്നത് സെമി സിലിണ്ടറിക്കലാണ്, അതുപോലെ തന്നെ ഫോട്ടോ സെൻസിറ്റീവ് ആണെന്ന് പറയാം. ആനോഡ് എന്ന് പറയുന്നത് തിന്നായിട്ടുള്ള റോഡാണെന്ന് പറയാം. പിന്നെ ആനോഡും കാഥോഡും തമ്മിലൊരു പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഉണ്ടെന്ന് പറയാം. എന്തൊക്കെയാണ് പറഞ്ഞത്? ആനോഡും കാഥോഡും ഒരു ഇവാക്യുവേറ്റഡ് ഗ്ലാസിൻ്റെ ഉള്ളിലാണ്. കാഥോഡ് ഒരു സെമി സിലിണ്ടറിക്കൽ ഷേപ്പാണ്, അതുപോലെ തന്നെ ഫോട്ടോ സെൻസിറ്റീവ് ആണ്, അതായത് ലൈറ്റിനെ അബ്സോർബ് ചെയ്യാനുള്ള കഴിവുണ്ട്. ആനോഡ് എന്ന് പറയുന്നത് തിന്നായിട്ടുള്ള റോഡാണ്. കാഥോഡ് എന്ന് പറയുന്നതും ആനോഡ് എന്ന് പറയുന്നതും സെപ്പറേറ്റ് ചെയ്തിട്ടുണ്ട് വിത്ത് എ പൊട്ടൻഷ്യൽ ഡിഫറൻസ്. ഇതാണ് കൺസ്ട്രക്ഷനിൽ നിങ്ങൾക്കുള്ളത്. അതേസമയം വർക്കിങ്ങിലാകെ 4 പോയിൻ്റാണുള്ളത്. എന്ത് ചെയ്യണം? ആദ്യം കാഥോഡിൽ ലൈറ്റ് വന്ന് ഇൻസിഡൻറ്റ് ചെയ്യണം. പിന്നെ എന്ത് ചെയ്യണം? കാഥോഡ് എന്ത് ചെയ്യണം? ഇലക്ട്രോൺ പ്രൊഡ്യൂസ് ചെയ്യണം. പിന്നെ എന്ത് ചെയ്യണം? ഇലക്ട്രോൺ ആനോഡ് എന്ത് ചെയ്യണം? അട്രാക്റ്റ് ചെയ്യണമെന്ന് പറയാം. അട്രാക്റ്റ് ചെയ്ത ശേഷം എന്ത് ചെയ്യണം? അവിടെ കറൻറ്റ് പ്രൊഡ്യൂസ് ചെയ്യണം. ദെൻ അത് ഗാൽവനോമീറ്റർ വെച്ച് മെഷർ ചെയ്യണം. ഫസ്റ്റ് വൺ എന്ത് ചെയ്യണം? ലൈറ്റ് ഇൻസിഡൻറ്റ് ചെയ്യണം, ഇലക്ട്രോൺസ് ഉണ്ടാവണം. ആനോഡ് എന്ത് ചെയ്യണം? ഇലക്ട്രോൺസിനെ ക്യാപ്ചർ ചെയ്യണം അല്ലെങ്കിൽ ക്യാച്ച് ചെയ്യണം, കറൻറ്റ് ഉണ്ടാക്കണം. ആ കറൻറ്റ് എത്രയാണെന്ന് ഗാൽവനോമീറ്റർ വഴി മെഷർ ചെയ്യണം. ഇതാണ് ഫോട്ടോ സെല്ലിൽ പറയാനുള്ളത്. ഇനി സോളാർ സെല്ലിലോട്ട് കിടക്കുകയാണെങ്കിലോ വളരെ ഈസി ആയിട്ട് പറയാം. കൺസ്ട്രക്ഷനിലോട്ട് വരുന്നതിന് മുന്നേ ഡയഗ്രം നോക്കുക. ഡയഗ്രത്തിൽ എന്താണ് ആദ്യം ഉള്ളത്? ഒരു ഗ്ലാസ് ഉണ്ട്, അതിനുശേഷം ഗ്ലാസ് ഉണ്ട്, ദെൻ ഒരു മെറ്റൽ റിങ് ഉണ്ട്, അതിനുശേഷം ഒരു PN ജംഗ്ഷൻ ഉണ്ട്, പിന്നെ ഒരു PN ജംഗ്ഷൻ കഴിഞ്ഞാൽ ഒരു മെറ്റൽ കോണ്ടാക്റ്റ് ഉണ്ട്, പിന്നെ PN ജംഗ്ഷൻ എന്നൊരു എക്സ്റ്റേണൽ സർക്യൂട്ടും ഉണ്ട്. കൺസ്ട്രക്ഷൻ പറയുകയാണെങ്കിൽ എന്താണ്? PN ജംഗ്ഷൻ എന്താണ്? സിലിക്കൺ മെറ്റീരിയൽ കൊണ്ടാണ് മെയ്ഡ് ചെയ്തിട്ടുള്ളത്. സിലിക്കൺ മെറ്റീരിയൽ കൊണ്ടാണ് PN ജംഗ്ഷൻ ഉണ്ടാക്കിയിട്ടുള്ളത്. P ടൈപ്പ് സെമി കണ്ടക്ടർ എന്താണ്? തിന്നാണ്. N ടൈപ്പ് എന്താണ്? തിക്കാണ്. പിന്നെ ഇവിടെ കറൻറ്റ്, വോൾട്ടേജ്, റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് എന്താണ്? കോൺസ്റ്റൻ്റ് ആയിരിക്കില്ല, വേരി ചെയ്തുകൊണ്ടേയിരിക്കും. ഇതാണ് കൺസ്ട്രക്ഷനിൽ പറയാനുള്ളത്. അപ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, PN ജംഗ്ഷൻ എന്ന് പറയുന്നത് സിലിക്കൺ കൊണ്ടാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. P ടൈപ്പ് സെമി കണ്ടക്ടർ ഇതിൽ തിന്നായിരിക്കും, N ടൈപ്പ് എന്തായിരിക്കും? തിക്കായിരിക്കും. പിന്നെ ഇവിടെ കറൻറ്റും വോൾട്ടേജും റെസിസ്റ്റൻസും കോൺസ്റ്റൻ്റ് അല്ല എന്ന് നമുക്ക് പറയാൻ പറ്റും. ഇനി ഇതിൻ്റെ വർക്കിംഗ് ആണ് പറയാനുള്ളത്. വർക്കിംഗ് എന്ന് പറയുന്നത് ലൈറ്റ് എന്ത് ചെയ്യണം? ആദ്യം PN ജംഗ്ഷനിൽ വന്നുകൊണ്ട് ഇൻസിഡൻറ്റ് ചെയ്യണം. ആദ്യം PN ജംഗ്ഷനിൽ ലൈറ്റ് എത്തണം. എത്തിക്കഴിഞ്ഞാൽ അവിടെ ഇലക്ട്രോൺസും ഹോൾസും എന്ത് ചെയ്യും? പ്രൊഡ്യൂസ് ചെയ്യും, ഇല്ലെങ്കിൽ ജനറേറ്റ് ചെയ്യുമെന്ന് പറയാം. ജനറേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് ചെയ്യണം? അതിനെ സെപ്പറേറ്റ് ചെയ്യണം. സെപ്പറേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആ ചാർജുകൾ സെപ്പറേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് ചെയ്യും? എക്സ്റ്റേണൽ സർക്യൂട്ട് വഴി പുറത്തോട്ട് കൊണ്ടുവരും. ഇതാണ് ഇതിൻ്റെ വർക്കിംഗ് എന്ന് പറയുന്നത്. ഒന്നുകൂടി വർക്കിംഗ് പറയാം കേട്ടോ. അതായത് ആദ്യം ലൈറ്റ് ഇൻസിഡൻറ്റ് ചെയ്യണം PN ജംഗ്ഷനിൽ. പിന്നെ ഇലക്ട്രോണും ഹോളും എന്ത് ചെയ്യും? ഉണ്ടാകും. പിന്നെ സെപ്പറേറ്റ് ചെയ്യും. പിന്നെ എന്ത് ചെയ്യും? ഈ സെപ്പറേറ്റ് ചെയ്ത ചാർജുകൾ എന്ത് ചെയ്യും? എക്സ്റ്റേണൽ സർക്യൂട്ട് വഴി പുറത്തോട്ട് കൊണ്ടുവരും. ഇതാണ് ഇതിൻ്റെ വർക്കിംഗ് എന്ന് പറയാനുള്ളത്. ലാസ്റ്റ് PN ജംഗ്ഷൻ. PN ജംഗ്ഷനിൽ നിങ്ങൾക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത്, ആദ്യം ഒരു PN ജംഗ്ഷൻ എന്ന് പറയുന്നത് ഒരു P ടൈപ്പും N ടൈപ്പ് സെമി കണ്ടക്ടറും കൂടി ചേർന്നാണെന്ന് പറയാം. N ടൈപ്പിൽ ഇലക്ട്രോൺസ് ആണ് ഉണ്ടാവുക, P ടൈപ്പിൽ ഹോൾസ് ആണ് ഉണ്ടാവുക. ഇനി ഈ ഇലക്ട്രോണും ഹോളും എന്ത് ചെയ്യും? കമ്പൈൻ ചെയ്യുമെന്ന് പറയാം. ഇനി കമ്പൈൻ ചെയ്ത് കഴിഞ്ഞാൽ അയോൺസ് ഉണ്ടാവുമെന്ന് പറയാം. ഈ ചാർജ് ബിൽഡ് ചെയ്യുന്ന ഏരിയനെ പറയുന്ന പേരാണ് ഡിപ്ലീഷൻ റീജിയൻ. അപ്പോൾ P ടൈപ്പിൻ്റെയും N ടൈപ്പിൻ്റെയും കോമ്പിനേഷനാണ് ഒരു PN ജംഗ്ഷന്. N ടൈപ്പിൽ ഇലക്ട്രോൺസ് ആണ് ചാർജ് കാരിയറെങ്കിൽ P ടൈപ്പിൽ ഹോൾസ് ആണ് ചാർജ് കാരിയർ. അതിനുശേഷം ഇലക്ട്രോണും ഹോളും എന്ത് ചെയ്യും? കൂടി ചേർന്ന് കഴിഞ്ഞാൽ അയോൺസ് ഉണ്ടാവും. അയോൺസൊക്കെ ഉണ്ടാവുന്ന ആ ചാർജ് ബിൽഡ് ചെയ്യുന്ന ഏരിയനെ പറയുന്ന പേരാണ് ഡിപ്ലീഷൻ റീജിയൻ എന്ന് പറയുന്നത്. ഇനി VI ക്യാരക്ടറിസ്റ്റിക്സ്, വോൾട്ടേജ് കറൻറ്റ് ക്യാരക്ടറിസ്റ്റിക്സ്.
വോൾട്ടേജ് കറണ്ട് ക്യാരക്ടറിസ്റ്റിക്സിൽ നിങ്ങൾ പഠിക്കേണ്ട കുറച്ച് പോയിൻറ്റ്സ് ഉണ്ട്. ഡയഗ്രം ഇവിടെ വരച്ചിട്ടുണ്ടായിരുന്നു. അതായത് ഇവിടെ ഒരു ഡയഗ്രം കാണാൻ പറ്റും നിങ്ങൾക്ക്. അതായത് ഇവിടെ ഒരു വോൾട്ടേജ് കറണ്ട് ക്യാരക്ടറിസ്റ്റിക്സിൻ്റെ ഒരു ഡയഗ്രം ഉണ്ടാവും. അതായത് ഇങ്ങനെ ഒരു ഡയഗ്രം കണ്ടാവും, ഇങ്ങനെ രണ്ട് ഗ്രാഫ്. ഇതിൽ നിങ്ങൾക്ക് സീറോ ബയാസ് ഉണ്ട്, കട്ട് വോൾട്ടേജ് ഉണ്ട്, നീ വോൾട്ടേജ് ലീക്കേജ് കറണ്ട്. ഇവിടെയാണ് എന്ത് വരിക? കട്ട് വോൾട്ടേജ് വരിക. കട്ട് വോൾട്ടേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ ഈസി ആയിട്ട് പറയാം. എന്താണ്? അതായത് കറൻറ്റ് ഇൻക്രീസ് ചെയ്യുന്ന ഒരു ഫോർവേഡ് ബയാസിങ്ങിൻ്റെ സമയത്ത് കറൻറ്റ് ഇൻക്രീസ് ചെയ്യുന്ന പോയിൻറ്റിനാണ് എന്താ പറയുക? കട്ട് വോൾട്ടേജ് എന്ന് പറയാം. ഈ പോയിൻറ്റിലാണ് വരിക. അപ്പോൾ കട്ട് വോൾട്ടേജ് എന്ന് ഫോർവേഡ് ബയാസിങ് നടക്കുന്ന സമയത്ത് പെട്ടെന്ന് എന്ത് ചെയ്യും? കറൻറ്റ് പെട്ടെന്ന് അങ്ങോട്ട് ഇൻക്രീസ് ചെയ്യും. ആ പോയിൻറ്റിനെ പറയുന്ന പേരാണ് കട്ട് വോൾട്ടേജ് എന്ന് പറയുന്നത്. ലീക്കേജ് കറൻറ്റ് എന്ന് പറയുന്നത് റിവേഴ്സ് ബയാസിങ്ങിനെ നടക്കുകയുള്ളൂ. അത് ഇവിടെ നടക്കുകയുള്ളൂ. അതായത് എന്ത് ചെയ്യണം? അവിടുന്ന് റിവേഴ്സ് ബയാസിങ്ങിൻ്റെ സമയത്ത് കറൻറ്റ് എന്ത് ചെയ്യണം? ഡിപ്ലീഷൻ ലെയറിലോട്ട് എന്ത് ചെയ്യണം? മൂവ് ചെയ്യണം. ആ കറൻറ്റിനെ പറയുന്ന പേരാണ് ലീക്കേജ് കറൻറ്റ് എന്ന് പറയുന്നത്. കട്ട് വോൾട്ടേജ് എന്ന് പറയുന്നത് ഫോർവേഡ് ബയാസിലാണ്. ഫോർവേഡ് ബയാസിങ്ങിൻ്റെ സമയത്ത് കറൻറ്റ് നല്ല രീതിയിൽ ഇൻക്രീസ് ചെയ്യുന്നൊരു പോയിൻ്റ് ഉണ്ടാവും. റാപ്പിഡായിട്ട് ഇൻക്രീസ് ചെയ്യുന്ന റീജിയൻ ഉണ്ടാവും. അതിനെ പറയുന്ന പേരാണെന്ത്? കട്ട് വോൾട്ടേജ് എന്ന് പറയുന്നത്. ലീക്കേജ് കറൻറ്റ് എന്ന് പറയുന്നത് എന്താണ്? അതായത് കറൻറ്റ് ഡിപ്ലീഷൻ ലെയറിലോട്ട് പോകും റിവേഴ്സ് ബയാസിങ് നടക്കുമ്പോൾ. അതിനെ പറയുന്ന പേരാണെന്ത്? ലീക്കേജ് കറൻറ്റ്. അതേസമയം നിങ്ങൾക്ക് ശ്രദ്ധിക്കേണ്ട കാര്യം സീറോ ബയാസാണ്. സീറോ ബയാസിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കറൻറ്റ് ഇല്ലാത്ത, ഡയോഡിൽ കറൻറ്റ് പാസ് ചെയ്യാത്ത സമയത്തിനാണ് എന്ത് പറയുക? സീറോ ബയാസ് എന്ന് പറയാം. ആ കാര്യം കൂടി ശ്രദ്ധിക്കട്ടോ. ഇനി വേറൊരു കാര്യം പറയാനുള്ളത് രണ്ട് കാര്യങ്ങളാണ്. ഫോർവേഡ് ബയാസ് എന്താണ്, അതുപോലെ തന്നെ റിവേഴ്സ് ബയാസ്. ഫോർവേഡ് ബയാസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പി എൻ ജംഗ്ഷൻ എടുത്തു കഴിഞ്ഞാൽ പി ടൈപ്പ് പോസിറ്റീവ് ടെർമിനലിലും, അതായത് പി ടൈപ്പ് സെമി കണ്ടക്ടർ ഒരു പി ടൈപ്പ് സെമി കണ്ടക്ടർ എടുത്താൽ, അല്ലെങ്കിൽ പി എൻ ഡയോഡ് എടുത്തു കഴിഞ്ഞാൽ പി ടൈപ്പ് സെമി കണ്ടക്ടർ ബാറ്ററിൻ്റെ പോസിറ്റീവ് സൈഡുമായിട്ടും, അതുപോലെ തന്നെ എൻ ടൈപ്പ് സെമി കണ്ടക്ടർ എന്ത് ചെയ്യും? നെഗറ്റീവ് സൈഡുമായിട്ടും കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ ഫോർവേഡ് ബയാസ് എന്ന് പറയാൻ പറ്റും. അതേസമയം റിവേഴ്സ് ബയാസ് ആണെങ്കിൽ എന്താവും? നേരെ ഓപ്പോസിറ്റ്. അതായത് എൻ ടൈപ്പ് സെമി കണ്ടക്ടർ എന്ത് ചെയ്യണം? പോസിറ്റീവ് സൈഡുമായിട്ടും പി ടൈപ്പ് സെമി കണ്ടക്ടർ നെഗറ്റീവ് ഡയറക്ഷനിലും കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ റിവേഴ്സ് ബയാസ് ആണെന്ന് പറയാം. ഇതാണ് ഈ ചാപ്റ്ററിൽ മെയിനായിട്ട് നിങ്ങൾക്ക് പഠിക്കാനുള്ളത്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ വളരെ ചെറിയ ടൈമിൽ ഡ്യൂറേഷനിൽ പറഞ്ഞു തന്നിട്ടുണ്ട്. മനസ്സിലായിട്ടുണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നുണ്ട്. എക്സാമിന് എന്ത് ചെയ്യുക? നല്ല രീതിയിൽ പ്രിപ്പയർ ചെയ്തിട്ട് പോവുക. ഓൾ ദി ബെസ്റ്റ് ഫോർ യുവർ കരിയർ.